ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആർമൈബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്ന കാർബോർഡ് കൊണ്ട് 2 ആർട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സൂപ്പർ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തിക്ക് ഇങ്ങനെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ ഓരോ ഭാഗങ്ങൾ വരയ്ക്കാൻ പോവാണ്. ഇപ്പോൾ ആദ്യം വരയ്ക്കുന്നത് നമ്മൾ ബസ്സിൻ്റെ ഒരു ഭാഗമാണ് വരയ്ക്കുന്നത്. അതിൻ്റെ സൈഡ് ഭാഗമാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ 16 സെൻറ്റിമീറ്റർ വീതിയും 36 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. വിധത്തിലാണ് ഞാൻ വരച്ച് ശരിയാക്കാൻ പോണത്. ഞാനിവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടിയുടെ സൈഡ് ഭാഗമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിൻഡോസിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് 1 സെൻറ്റിമീറ്റർക്ക് ഉള്ള ഗ്യാപ്പാണ് ഇട്ടിരിക്കുന്നത്. അതും പിന്നെ 6 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെയാണ് നമ്മൾ വിൻഡോസിൻ്റെ ഓരോ ഭാഗങ്ങൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടയറിൻ്റെ ഒക്കെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പം ഫുള്ള് വരച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തൊരു ഇതുകൊണ്ട് ഭാഗമുണ്ട്. അത് ഞാൻ ഡോറാക്കാൻ വേണ്ടിയാണ് ഇത് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ 2 സൈഡും കട്ട് ചെയ്ത് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് അടുത്തെടുക്കുന്നത് നമ്മുടെ ലോറിയുടെ സൈഡ് ഭാഗമാണ് എടുക്കുന്നത്. അന്നേരം ഇപ്പം അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഞാൻ വരയ്ക്കുകയാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതേ ഒരു അളവിൽ തന്നെ ഏകദേശം 16 സെൻറ്റിമീറ്റർ വീതിയിൽ 36 സെൻറ്റിമീറ്റർ നീളത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ വരച്ച് ഞാൻ ശരിയാക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്തത് 2 സൈഡും ഞാൻ കട്ട് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനത് സെറ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ ബസ്സിൻ്റെ ആദ്യം പ്ലാറ്റ്ഫോമാണ്, അത് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ ആര് വരച്ചിരിക്കുന്നുണ്ട് ആ വരച്ചിരിക്കുന്ന വിധത്തിൽ ഞാൻ പശ വെച്ച് ഒട്ടിക്കുകയാണ്. അപ്പോൾ ബസ്സിൻ്റെ 2 സൈഡ് വശം ഒട്ടിച്ചു. ഇനിയിപ്പം അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ വശമാണ്, അതാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഒട്ടിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിലത്തെ ഗ്ലാസിൻ്റെ വശമുണ്ടല്ലോ, അതൊക്കെ എടുക്കാം. അത് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അതിൻ്റെ ടോപ്പ് വശം ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ബസ്സിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ലോറിയുടെ ഭാഗങ്ങൾ ഒട്ടിക്കാം. അതിൻ്റെ പ്ലാറ്റ്ഫോം എടുത്തിട്ടുണ്ട്. അതും അതിൻ്റെ സൈഡ് 2 വശം കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കാം. ഇനി ടോപ്പും ബാക്കി സൈഡും കൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഈ ഒരു ഡോറുണ്ടല്ലോ, ഇത് നമുക്കൊന്ന് ലോക്ക് വെക്കണം. അതിന് ചെറിയൊരു പീസ് കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി എടുക്കുന്നത് നമ്മൾ അതിനെ ലോക്ക് വെക്കാൻ വേണ്ടി ഒരു മുട്ടസൂചിയുടെ ഒരു പീസാണ്. അത് നമുക്ക് വളച്ചിട്ട് ഒത്ത് ലോക്കായിട്ട് അത് ഫിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇതുപോലെ വളച്ചെടുത്തിട്ടുണ്ട്. അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലോക്കായി കഴിഞ്ഞാൽ അത് ലോക്കായിരിക്കും, കണ്ടോ. 2 സൈഡും വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം കൂടെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ബമ്പറും കൂടെ ഒന്ന് ഒട്ടിച്ച് വെക്കാം. അതിൻ്റെ പണി കഴിഞ്ഞു, കണ്ടോ. ഇനി നമുക്ക് ആ ബസ്സിൻ്റെ ഡോറും കൂടെ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞു. തുറന്ന് ഇപ്പോൾ അതിൻ്റെ സ്റ്റെപ്പെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്, എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ ഞാനൊരു മാസ്കിൻ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഈ മാസ്കിൻ ടേപ്പ് നമ്മൾ ഈ സൈഡിലെല്ലാം ഫുള്ള് ഒട്ടിക്കുകയാണ്. 2 സൈഡിലും ഒട്ടിച്ചിട്ട് അത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പെയിൻറ്റിങ് കൊടുക്കാൻ വേണ്ടി, കളർ കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ഒട്ടിക്കുന്നത്. അപ്പോൾ എല്ലാ സൈഡും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. 2 ബസ്സിൻ്റെ ലോറിയുടെ എല്ലാ ഭാഗങ്ങളും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പെയിൻറ്റ് അടിക്കാൻ പോവാണ്. നമുക്ക് അതിനടിക്കുന്നത് വൈറ്റ് കളറാണ് ആദ്യം അടിക്കുന്നത്. ഫുള്ള് വൈറ്റ് അടിച്ചിട്ട് നമുക്ക് അതിൻ്റെ മേലോട്ട് ആവശ്യമുള്ള മറ്റുള്ള കളറും കൂടെ കൊടുക്കാം. ഇപ്പോൾ ഞാനത് വൈറ്റ് കളറാണ് ഫുള്ള് അടിച്ച് ഇട്ടിട്ടുണ്ട്. 2 വണ്ടിയുടെയും കളറെല്ലാം ഫുള്ള് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബസ്സിൻ്റെ വിൻഡോയുടെ സൈഡാണ്. അവിടെ ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുക്കാൻ പോകുന്നത്. ആ ബ്ലാക്ക് കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഭംഗിയായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കളർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്ത് ഞാനൊരു ഡിസൈൻ കൊടുക്കാൻ പോവാണ്. ബ്ലൂ കളറിലാണ് ഞാൻ കൊടുക്കുന്നത്. ബ്ലൂവും റെഡും ഗ്രീനൊക്കെ ആയിട്ട് ഉള്ളൊരു കളർ കോമ്പിനേഷനാണ് ഞാൻ അവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ബസ്സിൻ്റെ സൈഡ് വശത്തെ ഡിസൈൻ ആയി കഴിഞ്ഞ് ഇനിയിപ്പം ലോറിയിലേക്ക് കടക്കാൻ പോവാണ്. ലോറിയുടെ സൈഡിലും ഇതുപോലെ തന്നെ പെയിൻറ്റുകളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബ്ലൂ കളറാണ് കൊടുക്കുന്നത്.
ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡ് വശത്ത് റെഡ് കളറാണ് കൊടുക്കുന്നത്. അത് സൈഡ് പാനലുണ്ടല്ലോ, അതിന് റെഡ് കളർ കൊടുത്തു കഴിയുമ്പം ചെറിയൊരു ഭംഗി പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ റെഡ് കളർ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ബസ്സിൻ്റെയും ലോറിയുടെയൊക്കെ സീറ്റൊക്കെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളറെല്ലാം കൊടുത്തിട്ടുണ്ട് സീറ്റിന്. പിന്നെ നമുക്ക് അതിൻ്റെ സൈഡിൽ ഗ്ലാസ് വെക്കാനുണ്ട്. ഞാനിപ്പോൾ എക്സ്ട്രാ ഫിലിമിൻ്റെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗം, അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് സൈഡിലെല്ലാം ഒട്ടിക്കണം. അപ്പോൾ ഞാൻ പശയൊക്കെ വെച്ചു. ഞാൻ ഇപ്പോൾ പൊട്ടിക്കാൻ പോവാണ്. ഇതിങ്ങനെ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല സീറ്റായി ഒട്ടിയിരിക്കും. ഇപ്പോൾ നമ്മുടെ ബസ്സിൻ്റെയും ലോറിയുടെയും വർക്കെല്ലാം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. സൈഡുകളിലെല്ലാം ഗ്ലാസ് എല്ലാം ഒട്ടിച്ചെല്ലാം ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെയും ലോറിയുടെയും വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിന് മുമ്പ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തിക്കാൻ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.